ഫാമിലി ട്രിപ്പിൻ്റെ അവസാന ഭാഗം. ഞങ്ങളങ്ങനെ രാമേശ്വരത്ത് നിന്ന് കന്യാകുമാരി എത്തിയപ്പോഴത്തേക്കും നേരം ഒത്തിരി വൈകി. കന്യാകുമാരിയിൽ നിന്നുള്ള വൈകുന്നേരത്തെ അസ്തമയം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. കന്യാകുമാരിയിലെത്തി ഞങ്ങളവിടെ സർക്കാരിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിൽ റൂമെടുത്ത് താമസിച്ച് പുലർച്ചെ എഴുന്നേറ്റ് സൂര്യോദയം കാണാനായി കടൽക്കരയിലേക്ക് പുറപ്പെട്ടു. അപ്പോഴത്തേക്കും സഞ്ചാരികളുടെ ഒരു വലിയൊരു സമുദ്രം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ, ഒരുപാട് സഞ്ചാരികൾ സൂര്യോദയം കാണാനായി കടൽക്കരയിൽ അങ്ങനെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. ദൂരെ തിരുവള്ളൂരിൻ്റെ പ്രതിമ നമുക്കിങ്ങനെ കാണാം. വിവേകാനന്ദ പാറയും. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഞാനിതുവരെയും സൂര്യൻ കടലിൽ അസ്തമിക്കുന്നത് മാത്രമേ കന്യാകുമാരിയിൽ വന്നിട്ടുണ്ടെങ്കിലും സൂര്യോദയം കണ്ടിട്ടില്ല. ആ കടലിൽ നിന്ന് സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്ന ആ കാഴ്ച ഒരു രക്ഷ. ആളുകൾ ആർപ്പ് വിളിയോടെയാണ് സൂര്യോദയം വീക്ഷിക്കുന്നത്. അത്രമാത്രം മനോഹരമാണ് ആ ഒരു കാഴ്ച. കടലിൽ നിന്ന് പൊങ്ങി വരുന്ന ആ കാഴ്ച. സൂര്യാസ്തമയം കണ്ട് ഞങ്ങളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വിവേകാനന്ദപ്പാറ കാണാനായി ബോട്ട് ജെട്ടിക്ക് സമീപത്തേക്ക് വന്നു. അവിടെയും സഞ്ചാരികളുടെ ഒരു നീണ്ട ക്യൂ തന്നെ നമുക്ക് കാണാം. അത്രമാത്രം ആൾക്കാരാണ് രാവിലെ തന്നെ വിവേകാനന്ദപ്പാറ സന്ദർശിക്കാനായി ബോട്ട് ജെട്ടിക്ക് സമീപം നിൽക്കുന്നത്. ടിക്കറ്റ് എടുത്ത് ഞങ്ങളും ബോട്ടിൽ കയറി. കടലിൽ കൂടിയുള്ള ബോട്ട് യാത്ര അതും നല്ല രസമായിരുന്നു. ഇതിനു മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. വീൽ ചെയറിൽ വരുന്നവർക്കും നല്ല സൗകര്യമാണ്. എല്ലായിടത്തും റാമ്പ് സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെയുള്ള ജീവനക്കാരുടെ നല്ല സഹകരണവും എല്ലാം കൊണ്ടും വളരെ നല്ലതായിരുന്നു. വിവേകാനന്ദപ്പാറയ്ക്ക് സമീപമായിട്ട് തിരുവള്ളൂരിൻ്റെ ഒരു പ്രതിമ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പണി പൂർത്തിയായിട്ടില്ലെന്ന് തോന്നുന്നു. തമിഴിലെ പ്രശസ്ത കവി തിരുവള്ളൂരിൻ്റെ പ്രതിമ.
അങ്ങനെ കന്യാകുമാരിയിൽ സൂര്യോദയവും വിവേകാനന്ദപ്പാറയും ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരം ചെങ്കൽ മഹാദേവ ക്ഷേത്രം സന്ദർശിക്കാൻ പോയി. നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം. എല്ലായിടത്തും വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്. വീൽ ചെയറിൽ വരുന്ന ഏതൊരാൾക്കും സുഖമായിട്ട് അകത്ത് പോയി ദർശനം നടത്താം. എല്ലായിടവും ചുറ്റി കറങ്ങി കാണാം. തിരുവനന്തപുരത്ത് വരുന്നവർ പലരും ഇപ്പോൾ ഇവിടേക്കും വരാറുണ്ട്. വലിയൊരു ശിവലിംഗത്തിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ ആഴിമലയ്ക്ക് പോയി. അത് തിരുവനന്തപുരത്ത് തന്നെയുള്ള കടലിൻ്റെ തീരത്തുള്ളൊരു വലിയൊരു ശിവപ്രതിമ. വളരെ ഭംഗിയുള്ളൊരു ശില്പമാണ്. അധികം ആരും ചെല്ലാത്ത ഒരു സ്ഥലത്ത് നല്ലൊരു പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് അവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ട് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുന്നൊരു സ്ഥലം. കടലിൻ്റെ തീരത്ത് തന്നെയാണ്. കടൽ തീരമാണെങ്കിലും വളരെ ഉയർന്നു നിൽക്കുന്നൊരു സ്ഥലമാണ് ഇത്. അതുതന്നെ നല്ലൊരു കാഴ്ചാനുഭവമാണ് ഇവിടെ. കടലും ഒക്കെയായി നല്ല സഞ്ചാരികളുടെ വന്ന തിരക്കും ഒക്കെ ഉണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങളും ഫോട്ടോയൊക്കെ എടുത്തു. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നീട് പോയത് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാനാണ്. അവിടെ വീൽ ചെയറിൽ പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ തൃശ്ശൂരേക്ക് വിട്ടു. രാത്രിയിൽ പുലർച്ചെ തൃശ്ശൂരെത്തി. അവിടെ ഗസ്റ്റ് ഹൗസിൽ ഒന്ന് ഫ്രഷപ്പായി ശേഷം വടക്കുംനാഥ ക്ഷേത്രം സന്ദർശിച്ചു. അതിനുശേഷം അവിടെ തന്നെയുള്ള തൃശ്ശൂരിലെ ഒരു സൂ, മ്യൂസിയം അതൊക്കെ കണ്ട് അവിടുന്ന് നാട്ടിലേക്ക് വണ്ടി വിട്ടു. രാത്രിയോടെ നാട്ടിലേക്ക് എത്തി. പയ്യന്നൂർ അമ്മാവനൊക്കെ അവിടെ ഇറക്കി ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അങ്ങനെ 5 ദിവസത്തെ അതിമനോഹരമായ ഒരു ട്രിപ്പ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു.